അനുഗ്രഹം കിട്ടാൻ ക്രിസ്ത്യാനിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ സാന്നിധ്യം കിട്ടാൻ നീ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഏറ്റുപറയേണ്ടതുണ്ട്. പ്രസൻസ് കിട്ടാൻ, അവരുടെ ദൈവം അവരുടെ കൂടെ നടക്കണമെങ്കിൽ നീ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറയണം. ആകാശത്തിന്റെയും ഭൂമിയുടെയും അധിനാഥനും ഉടയവനും പ്രപഞ്ചത്തിന്റെ വിധാതാവും ഈ അഖിലാണ്ട കടാഹങ്ങളെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്നവനുമായ സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പാവപ്പെട്ട 6 അടി മണ്ണിന്റെ അഗാധതയിൽ അലിഞ്ഞു ചേരേണ്ട ഒരു പാഴ്ജന്മത്തിന്റെ മേൽ ഈ ദൈവത്തിന്റെ അനുഗ്രഹം, ഈ സാന്നിധ്യം വരണമെങ്കിൽ യു നീഡ് ടു പ്രൊക്ലെയിം, യു നീഡ് ടു കൺഫസ് that Jesus alone is my savior. യേശു മാത്രമാണ് എൻ്റെ രക്ഷകൻ. ഒന്നാം പ്രമാണ പാലനമാണ് ദൈവത്തിന്റെ പ്രസൻസ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. വേറെ ഒരു വഴിക്കും പോകരുത്, വേറെ ഒന്നിനും മഹത്വം കൊടുക്കരുത്, വേറെ ഒരു കാര്യത്തിലും ഡിസ്ട്രാക്ട് ചെയ്യരുത്. സഭയ്ക്ക് സംഭവിക്കുന്ന ഒരു അപകടം ഞാൻ പറയാം. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും, സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും, സഭയെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ, മെത്രാമാർ, അച്ഛന്മാര്, സിസ്റ്റേഴ്സ് അല്ല സഭ. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹത്തിന് ഇന്ന് സംഭവിക്കുന്ന അപജയം എന്താണെന്നറിയാമോ? ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ് ഹാസ് ഓൾമോസ്റ്റ് ലോസ്റ്റ്. ദ സെൻട്രാലിറ്റി ഓഫ് ദ ക്രോസ്, കുരിശിന്റെ കേന്ദ്രസ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങൾ യേശുവിന്റെ കുരിശിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അനുഗ്രഹങ്ങളുണ്ട് ഇഷ്ടം പോലെ, പ്രസൻസ് ഇല്ല. കുനിച്ച് നിർത്തി ഇടിച്ച് അടിച്ച് തകർത്ത് നിന്നെ ചതച്ചരച്ചാലും നിന്റെ ദൈവം കയ്യും കെട്ടി നിൽക്കും. പ്രസൻസ് ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ടു ദ കോർ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധ ഇതിനെല്ലാം കൊടുത്തിട്ട് കുർബാന, വിശുദ്ധ കുർബാന, യേശുവിന്റെ കുരിശ്, യേശുവിലൂടെയുള്ള രക്ഷ, യേശു ഏകരക്ഷകൻ, ആ കാര്യത്തെ കൊണ്ടുവന്ന് അങ്ങ് കുപ്പത്തൊട്ടിയിലിട്ടു. ഈ 5000 കാര്യത്തിൽ മനസ്സ് കൊണ്ടുവന്നിട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പൊന്നുമക്കളെ, കർത്താവിന്റെ കുരിശിലല്ലാതെ വേറെ ഒന്നിലും മനസ്സ് കൊണ്ടുവന്ന് കെട്ടരുത്. നാട് മൊത്തമുള്ള ദൂരാചാരങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് കെട്ടി. എന്ത് സംഭവിച്ചു? നമ്മുടെ കൂടെ കർത്താവില്ലാതായി. എഴുതപ്പെട്ട വചനം ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടാവില്ല. കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. കർത്താവാണ് വലുത്. കർത്താവിന്റെ മുകളില് ആരെയും ഒന്നിനെയും പ്രതിഷ്ഠിക്കരുത്. കുരിശിന്റെ കേന്ദ്രസ്ഥാനം മാറിപ്പോവരുത്. സഭാജീവിതത്തിൽ രക്ഷ നൽകിയ യേശുവിന്റെ കുരിശിന്റെ സ്ഥാനം മാറിപ്പോവരുത്. യേശുവിന്റെ രക്ഷയുടെ, കുരിശുമരണത്തിന്റെ, പരിശുദ്ധ കുർബാനയുടെ, ഏക സത്യ ആരാധനയുടെ വില മാറിപ്പോവരുത്. ബാക്കി എല്ലാ കാര്യങ്ങളും തിരുസഭ പഠിപ്പിക്കുന്നു. എല്ലാ ഭക്താഭ്യാസങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന് വെളിയിൽ ഒരു വിളക്ക് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കുന്ന ഒരു നേർച്ചയാന്ന് വിചാരിച്ചു. നല്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല. വിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക, അതിന് നല്ല അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ജനമെല്ലാം വന്നിട്ട് വിളക്കിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് പോവാണ്. പരിശുദ്ധ കുർബാനയ്ക്കും വരുത്തില്ല, കുമ്പസാരിക്കത്തുമില്ല. യോഗ്യതയോടെ യേശുവിന്റെ ശരീരങ്ങൾ സ്വീകരിക്കണമെന്ന് ജനത്തിന് ഒരു ചിന്തയില്ല എന്ന രീതിയിൽ ജനം വിഭജിക്കപ്പെട്ട്, ഡിസ്ട്രാക്റ്റഡ് ആക്കപ്പെട്ട്, വികേന്ദ്രീകരിക്കപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ആ വിളക്കെടുത്ത് ആറ്റിലെറിയണം. മനസ്സിലായി? യേശുവിന്റെ കുരിശിന്റെ കേന്ദ്രസ്ഥാനം അപഹരിക്കുന്ന ഒരാചാരവും സഭയിൽ ഉണ്ടാവാൻ പാടില്ല. ഇതെന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇതെല്ലാ കാര്യത്തിലും ഇതിന് അൺഡ്യൂ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് അൺഡ്യൂ ഇമ്പോർട്ടൻസ് given to so many things which distracted the whole congregation from the centrality of the cross. കുരിശിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് ജനത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. നമ്മൾ ഇതിനെ അബറേഷൻസിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് എത്ര നന്മയുടെ, എത്ര ആള് വരുന്നുണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അത് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ എടുത്തു കളയും. ഇപ്പൊ ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ചില രൂപങ്ങൾ, ചൈനയിൽ നിന്നൊക്കെ വരുന്ന ചില രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ചില പ്രത്യേക ടൈപ്പിലുള്ള ചില ബോൺസായി ചെടികൾ അത് കൊണ്ടുവന്ന് അത് നല്ല ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഒരു വയറനുണ്ട്, ഒരു കൊടവയറനെ കൊണ്ടുവന്ന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇതെല്ലാം വിഗ്രഹാരാധനയാണ്, വിഗ്രഹാരാധന. അതുപോലെ തന്നെ ചാത്താ സേവാ മഠങ്ങള്, സാത്താ സേവാ കേന്ദ്രങ്ങള്, മന്ത്രവാദികളുടെ അടുത്ത്, കൈനോട്ടക്കാരുടെ അടുത്ത്, ആഭിചാരക്കാരന്മാരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇതെല്ലാം വിഗ്രഹാരാധനയുടെ വിവിധ തലങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വിഗ്രഹം കൊണ്ടുവന്ന് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ
ശപിക്കപ്പെട്ടവനാകും എന്നാണ് വചനം പറയുന്നത്. നിയമാവർത്തനം 18-ാം അധ്യായം. ഈശോയുടെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈശോ കോട്ട് ചെയ്ത പഴയ നിയമ ഗ്രന്ഥം നിയമാവർത്തന പുസ്തകമാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കണം. നിയമാവർത്തന പുസ്തകത്തിന്റെ 18-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. ഒരു ദേശത്ത് വരുമ്പോ ആ ദേശത്ത് ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങള് ആ ദേശത്തെ ദേവന്മാരുമായോ ദൈവമാരുമായോ ബന്ധപ്പെട്ടതാണ്. ആ ദുരാചാരങ്ങള് അത് അവരുടെ ആചാരമാണ്, അവർക്കാണത് ആചാരം. വിശ്വാസികൾ ആ ആചാരങ്ങളിൽ എന്ത് ചെയ്ത് അതിനെ അനുകരിക്കരുത്. അതുപോലെ ഇപ്പുറത്തൊരു ആചാരം കൊണ്ടുവന്ന് വെക്കരുത്. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് അറിയില്ലെങ്കിൽ ഇതാ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, അത് തെറ്റാണ്. അവിടുത്തെ ഒരു ആചാരം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. മനസ്സിലായില്ലേ? നമുക്ക് സഭയ്ക്ക് ഔദ്യോഗികമായി ദൈവത്തെ ആരാധിക്കാൻ ആരാധനാ രീതികളുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ആരാധനാ രീതി. അല്ലാതെ കാണുന്നിടത്തും നല്ല ആരാധനാ രീതികൾ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കയറ്റരുത്. ദൈവമായ കർത്താവിന്റെ മുമ്പിൽ വലിയ കുറ്റമാണിത്, കുറ്റം. അതായത് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, നിങ്ങൾ ആലോചിക്കുക, ഒരു ശരാശരി കത്തോലിക്കന്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പരിശുദ്ധ കുർബാനയുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക, അത് നന്നായിട്ട് ചൊല്ലുക, അത് നന്നായിട്ട് നടത്തുക, നേരത്തെ പള്ളി വരിക, നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് ഒരുക്കത്തോടെ കുർബാനയെ സംബന്ധിക്കുക, പ്രാർത്ഥനകൾ ഉച്ചത്തി ചൊല്ലുക, പ്രാർത്ഥനകൾ എന്തിനു ചൊല്ലുന്നുവെന്ന് വായിച്ചോ ചോദിച്ചോ പഠിച്ചോ മനസ്സിലാക്കുക, എന്നിട്ട് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവശക്തി ഇറങ്ങി വരാൻ ഇതിനേക്കാൾ വലിയൊരു ആരാധന തിരുസഭയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല. വേറൊരു വഴിക്കും തിരിഞ്ഞ് നിങ്ങൾ അശുദ്ധരാവരുത്. അവിടുന്ന് അശുദ്ധരായവർക്ക് മധ്യേ വസിക്കുകയില്ല. അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് ദൈവത്തിൻ്റെതാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ദൈവം പോവും. പിശാച് കയറി കുടിയിരിക്കും. പിശാച് തലമുറകളിൽ കയറി അടയിരിക്കും. തലമുറകളെ സാത്താൻ സ്വന്തമാക്കി വെക്കും. അതിൽ നിന്ന് മാറണം. അങ്ങോട്ട് തിരിയുക പോലും ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണമെന്നറിയാം? നമുക്ക് ജീവിക്കാൻ കർത്താവിന്റെ വചനവും കർത്താവിന്റെ കുരിശും കർത്താവിന്റെ കുരിശിലെ ബലിയും കുംഭസാരവും കൂദാശകളും ജപമാലയും പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥതയും നമുക്ക് വിശുദ്ധരുടെ കൂട്ടായ്മയും എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ആചാരങ്ങളെല്ലാം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. താൽക്കാലിക അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എൻ്റെ പൊന്നു മക്കളെ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അതുകൊണ്ട് എന്താ പറയുക, മന്ത്രവാദികളും ആഭിചാരകന്മാരും ചാത്ത സേവാ മഠങ്ങളും അങ്ങനെയുള്ള സകല എണ്ണവും ഈ ദേശത്തെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഒരൊറ്റ എണ്ണ ആ വഴിക്ക് തിരിയുക പോലും ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വെറുത്തോളൂ, എന്നാലും എനിക്ക് ഇത് പറയാതെ പോകാൻ പറ്റില്ല. നിങ്ങൾ എന്നെ വെറുത്തോളൂ, എന്നെ കല്ലെറിഞ്ഞോളൂ, ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ കാല് തല്ലി ഒടിച്ചോളൂ, എനിക്കൊരു ചുക്കുമില്ല. നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്കൊന്നുമില്ല. അത്രയും നേരത്തെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പോകും. പക്ഷെ ഞാനിത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തലമുറകളെ വെച്ച് വിലപേശരുത്. നിങ്ങളുടെ മക്കളെയും തലമുറകളെയും വെച്ച് വിലപേശരുത്. ഈ മന്ത്രവാദത്തിന്റെ പുറകെ പോയിട്ട് മന്ത്രച്ചരടുകൾ, തകിടുകൾ, ഏലസുകൾ പൊട്ടിച്ചെറിയണം. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. ബലിപീഠത്തിൽ കെട്ടിയിട്ട ഒരു ജീവിതത്തെയും തൊടാൻ പോലും പിശാചിനോ അവന്റെ അംഗരക്ഷകന്മാർക്കോ ശക്തിയില്ല എന്ന് നിങ്ങൾ അറിയണം. ബലിപീഠത്തിൽ കെട്ടിയിട്ടതിനെ തൊടാൻ സാത്താന് ശക്തിയില്ല. ദൈവം വഴിതെറ്റിച്ചു വിടുവെന്ന് വിഗ്രഹം വെച്ചിട്ട് ദൈവത്തിന് അടുത്ത് വന്നാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാര്യസാധ്യത്തിന് വേണ്ടി അവിടെ മന്ത്രവാദിയുടെ അടുത്ത് പോവും, ഇവിടെ കൗൺസിലിംഗുകാരൻ്റെ അടുത്തും പോവും. വിഗ്രഹം മാറ്റാൻ തയ്യാറല്ല. വിഗ്രഹങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. വിഗ്രഹാരാധനയുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. മന്ത്രവാദവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ചാത്തൻ സേവാ മഠങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. പൈശാചിക പൂജകളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. അന്ധവിശ്വാസങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ജാതകവും ജ്യോതിഷവും കണിയും നാളും തീയതിയും വാസ്തുവും നമുക്ക് ബാധകമല്ല. മനസ്സിലായല്ലോ? ഭൂമി മുഴുവന്റെയും ദൈവമായ കർത്താവ് അവിടുന്നാണ്. നമുക്ക് എവിടെയും ജീവിക്കാം. ഭൂമി മുഴുവന്റെയും ദൈവമായ കർത്താവ് അവിടുന്നാണ്. നമുക്ക് ഏത് ദിശയിലും വീട് വെക്കാം. ഭൂമി മുഴുവന്റെയും ദൈവമായ കർത്താവ് അവിടുന്നാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലമോ എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിലാണ്. സ്ഥലത്തിന് പ്രശ്നം ഉണ്ടാവാം, സ്ഥലത്ത് ചിലപ്പോൾ അന്ധകാരം ഉണ്ടാവാം, സ്ഥലത്ത് ചിലപ്പോൾ രോഗപീഠ ഉണ്ടാവാം. ദൈവത്തെ വിളിച്ചിറക്കണം. ദൈവത്തെ, കർത്താവിനെ ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിനെ വിളിക്കണം.